പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പം നമ്മുടെ ഫർവം മായ എന്ന ചിത്രമാണ് ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി മുന്നേറുന്ന ചിത്രം. നിവിൻ പോളിയുടെ മികച്ചൊരു തിരിച്ചറിവ്, അഖിൽ ഫത്തിൻ്റെ സംവിധാനം, കുടുംബ ചിത്രത്തിൻ്റെ ലേവലിൽ തന്നെയാണ് ഫർവമായ എന്ന ചിത്രം മികച്ച കളക്ഷനുമായിട്ട് മുന്നേറുന്നത്. കൃത്യമായിട്ടുള്ള റീലീഫിങ് തന്നെ ഈ ചിത്രത്തിന് വളരെ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിൻ്റെ കളക്ഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇന്നലെയും കേരളത്തിൽ നിന്ന് 4,35,00,000 രൂപയാണ് ഇത് കളക്ട് ചെയ്തത്. ഇന്ത്യ ഗ്രോഫായിട്ട് ഇന്നലെ കളക്ട് ചെയ്ത് 5 കോടി രൂപയാണ്. ഏകദേശം മികച്ച രീതിയിലുള്ള കളക്ഷൻ തന്നെയാണ് ഇത് കാണിക്കുന്നത്. ടോട്ടൽ ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് 31,20,00,000 രൂപയാണ്. അതിൽ 27 കോടി രൂപയാണ് കേരള കളക്ഷനായിട്ട് കാണിക്കുന്നത്. ബാക്കി 4,20,00,000 എന്ന് പറയുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനാണ്. അപ്പം മികച്ച കളക്ഷൻ കേരളത്തിലും പുറത്തുമൊക്കെ ഇത് നേടുന്നുണ്ട്. ഒരു മികച്ച കുടുംബചിത്രമായിട്ടുള്ള ലേവലിൽ തന്നെയാണ് നിവിൻ പോളിയുടെ തിരിച്ചുവരവ്. അപ്പം സ്റ്റേറ്റ് വൈസുള്ള കളക്ഷൻ നമ്മൾ നോക്കും. കർണാടകത്തിൽ നിന്ന് ഇന്നലെ കളക്ട് ചെയ്ത് 32 ലക്ഷം രൂപയാണ്. അങ്ങനെ 1,97,00,000 എത്തുന്നു. ഇന്നുകൊണ്ടത് 2 കോടി കടക്കും എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യം. തെലുങ്കാനയിൽ നിന്ന് 3 ലക്ഷം രൂപ കളക്ട് ചെയ്ത ചിത്രം 32 ലക്ഷത്തിലേക്ക് എത്തുന്നു തെലുങ്കാനയിൽ. തമിഴ്നാട്ടിൽ നിന്ന് ഇന്നലെ 15 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 81 ലക്ഷത്തിലേക്ക് ഈ ചിത്രം എത്തുന്നു. താമസിക്കാതെ തന്നെ 1 കോടി കടക്കുന്ന ഒരു ചിത്രമായിട്ട് ഇന്നുകൊണ്ട് മാറും തമിഴ്നാട്ടിൽ നിന്നും. കേരളത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ 4,35,00,000 രൂപ, 27 കോടിയിലേക്ക് കേരള കളക്ഷൻ എത്തുന്നു. ഹിന്ദി ബെറ്റിൽ നിന്ന് 15 ലക്ഷം രൂപയാണ് ഇന്നലെ കളക്ട് ചെയ്ത്. അങ്ങനെ 1 കോടിക്ക് മുകളിൽ 1,02,00,000 എത്തുന്നു. അങ്ങനെ ടോട്ടൽ 31,20,00,000 ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നു. അപ്പോൾ മികച്ച രീതിയിലുള്ള കളക്ഷൻ തന്നെയാണ് ഇത് നേടുന്നത്. പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസമാണ് കളക്ഷനൊക്കെ കുറയാൻ സാധ്യതയുള്ളിടത്താണ് 4,35,00,000 ഇന്ത്യ ഗ്രോഫായിട്ട് 5 കോടിയൊക്കെ ഈ ചിത്രം നേടുന്നത്. ഇനിയും ഓവർസീസ് കളക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കളക്ഷൻ 30 കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. മികച്ച കളക്ഷൻ അല്ലേ? ഇന്ത്യ ഗ്രോഫായിട്ട് 31,20,00,000, ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 61,20,00,000. നമ്മൾ 6 ദിവസം കൊണ്ട് 60 കോടി എന്നാണ് ഉദ്ദേശിച്ചത്. അതിനേക്കാൾ 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നും മികച്ച രീതിയിലുള്ള കളക്ഷൻ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നുകൊണ്ട് ഈ ചിത്രം ഒരുപക്ഷെ 70 കോടി ടച്ച് ചെയ്തേക്കാം. ചിലപ്പം 68-69 കോടിയിലേക്ക് ചിത്രം എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇന്നും മികച്ച രീതിയിലുള്ള ബുക്കിംഗ് കാണുന്നുണ്ട്. ഏകദേശം 6,000-7,000 ടിക്കറ്റോളം മണിക്കൂറിൽ വിറ്റുമാറുന്നുണ്ട്. അങ്ങനെ താമസിക്കാതെ തന്നെ ഈ ചിത്രം എനിക്ക് തോന്നുന്നു ഞായറാഴ്ച കഴിയുമ്പോഴത്തേന് ഈ ചിത്രം 100 കോടി എത്താനുള്ള സാധ്യതയിലേക്കാണ് വില ചൂടുന്നത്. അങ്ങനെ നിവിൻ പോളിയുടെ ചിത്രം വിജയകരമായി മുന്നേറുന്ന കാഴ്ച തന്നെ നമുക്ക് കാണുന്നു. 2025 ക്രിസ്മസ് നിവിൻ പോളി തൂക്കി. 2025 ഒരു സൂപ്പർ മെഗാ ഹിറ്റ് ചിത്രമായിട്ട് ഫർവമായ മാറി. എനിക്ക് തോന്നുന്നു അഖിൽ ഫത്തിനും നിവിൻ പോളിക്കുമൊക്കെ ഒരു തിരിച്ചുവരവ് അത്യാവശ്യമായിരുന്നു. അത് ഈ ചിത്രത്തിലൂടെ അവർ സാധിച്ചെടുത്തു. കളക്ഷൻ ഇന്നും മികച്ച രീതിയിലുള്ള കളക്ഷൻ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഒക്കെ വേണ്ടി നമ്മുടെ ചാനൽ ഇടയ്ക്കിടയ്ക്ക് കാണുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.